ഈ യുവതിയും അതുപോലെ തന്നെ മരിച്ച ദീപക്കും ഈ ബസ്സിൽ കയറുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അവിടെ നിന്ന് സ്റ്റാൻഡിലേക്കുള്ള യാത്രക്കിടെയാണ് ഈ സംഭവങ്ങൾ. ലൈംഗിക അതിക്രമം നേരിട്ട് വന്ന് കാട്ടി യുവതി വീഡിയോ ചിത്രീകരിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ബസ്സിൽ CCTV ക്യാമറ ഉണ്ട്. ഏതായാലും നല്ല തിരക്കേറിയ സമയത്താണ്, വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ നല്ല തിരക്കുള്ള സമയത്താണ് ഇങ്ങനെ സംഭവം. ബസ്സിലെ കണ്ടക്ടർ രാമകൃഷ്ണേട്ടനാണ് ആദ്യം നമ്മളോട് പ്രതികരിക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് അറിഞ്ഞിരുന്നോ അന്ന്? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു അനുഭവം നമ്മൾ ബസ്സിലുണ്ടായിട്ടില്ല. പിറ്റന്നാൾ വെള്ളിയാഴ്ച ഇത് ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ നമ്മളെ മുതലാളി വിളിച്ച് ചോദിക്കുന്നത് ബസ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ എന്നുള്ളൊരു ഇത് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ ബസ്സിൽ അങ്ങനെ കാര്യമായ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബസ് സ്റ്റാൻഡിലെത്തി ആളെ ഇറക്കി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരമാണ് മുതലാളി അതേപോലെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തരുന്നത്. ആ വീഡിയോ കണ്ടിട്ടാണ് ഇത് നമ്മുടെ ബസ്സാണ്, നമ്മളെ ബസ്സിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത്ര പോലും അറിഞ്ഞിരുന്നില്ല. അത്ര പോലും അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ചിടിച്ച് കയറുന്നുണ്ട്. 10-50 ആൾക്കാർ ഏകദേശം ബസ്സിലുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് CCTV ഒന്നും ദൃശ്യം വ്യക്തമാവില്ല. എന്ന് പറഞ്ഞാൽ മുന്നിൽ ആൾക്കാർ കവർ ചെയ്ത് വെക്കുന്നത്, അതുപോലെ പുറകിലും ആൾക്കാർ കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ CCTVയിൽ ശരിക്കും കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇത് നമുക്ക് യാതൊരു ഇതിനെക്കുറിച്ച് നമുക്കൊന്നുമില്ല. നമുക്ക് പരാതി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലോ ഹെഡ് പോസ്റ്റിലോ നമ്മളെന്തെങ്കിലും അവരെ പറയായിരുന്നു, നമ്മളൊരു കംപ്ലയിൻറ്റ് പറയായിരുന്നു. പക്ഷേ ആരും നമ്മളോടൊരു കംപ്ലയിൻറ്റ് പറയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. യുവതിയോട് സംസാരിച്ച സമയത്ത് അന്നിങ്ങനെ നേരിട്ടു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പ്രതികരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായില്ല? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ എല്ലാവരും സ്പീഡായിട്ട് ഇറങ്ങി പോകുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. പിന്നെ 19 ആൾ ഇറങ്ങണ്ടേ, ആ സമയത്ത് സ്പീഡായിട്ട് എല്ലാവരും ഇറങ്ങി പോയതാണ്. 2 ഭാഗത്തേക്കും കൊണ്ട് ഇറങ്ങി പോയതാണെന്ന് കണ്ടത്. പക്ഷേ അങ്ങനെ പ്രതികരിക്കുന്നൊരു ഇതൊന്നും അങ്ങനെ അന്നേരം നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല നമ്മൾ. ക്യാമറയിൽ വിഷ്വൽസ് ക്ലിയർ അല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ പോലീസുകാർ ചോദിച്ചിട്ടുണ്ടോ, പയ്യന്നൂർ SI ചോദിച്ചിട്ടുണ്ടോ, അപ്പോൾ മുതലാളി കൊടുത്തനോ ഇല്ലയോ എന്നറിയില്ല. കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അത് ഫോൺ അത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും മിക്കവാറും. ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് തടസ്സം അല്ലേ? തടസ്സം. ഫ്രണ്ടിലും മുമ്പിലത്തെ ഒന്നും ക്യാമറയിലില്ല, ബാക്കിലത്തെ ഇല്ലില്ല, ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. മുതലാളി അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ പോലീസുകാർ ചോദിച്ചിട്ടുണ്ട്, അത് മുതലാളി കൊടുത്തിട്ടുണ്ടാവും. ഡ്രൈവർ കൂടി ഉണ്ട്. ഇപ്പം ഈ മുൻവശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എന്തെങ്കിലും വന്നിരുന്നോ? ശ്രദ്ധയിലൊന്നും പെട്ടില്ല. ഒരു കാര്യവും നമ്മെ അറിയില്ല. അവർ പരാതിപ്പെട്ടതിന് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നമ്മെ അറിഞ്ഞു, പിറ്റേന്ന വൈകുന്നേരം. അത്ര വരെ നമ്മെ ഒന്നും അറിയില്ല. നമ്മളെ ബസ്സിനാ സംഭവിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നത് കേട്ടതേ ഉള്ളൂ. മറ്റു നമ്മെ അറിയില്ല. ബസ്സിൽ നിന്നൊരു ശബ്ദമോ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല. വീഡിയോ പിന്നീട് കണ്ടപ്പോഴേക്ക് എന്താ തോന്നി? വീഡിയോ കണ്ടപ്പോഴാണ് നമ്മളെ ബസ്സെന്ന് മനസ്സിലായി. എന്താണ്, ഈ സീലിങ്ങിലുള്ള വണ്ടി നമ്മളതേ ഉള്ളൂ. അതേപോലെ ഈ സീറ്റ്, ഇതേപോലുള്ള സീറ്റും നമ്മളെ ഒരു വണ്ടിക്കേ ഉള്ളൂ. വേറെ ഏത് വണ്ടിയെല്ലാം മാറ്റമാണ്. അപ്പോൾ അത് കണ്ടാണ് നമ്മളെ വണ്ടിയാണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയത്. അത്ര പോലും അറിയില്ലായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ പിന്നെ എന്ത് തോന്നി? എപ്പോഴും നല്ല തിരക്കിൽ യാത്രക്കാരുണ്ടാകുന്ന ബസ്സല്ലേ അത് വളരെ മോശമായി പോയി തോന്നുന്നില്ല. ഈ തിരക്കിൽ എന്തായാലും ഒന്ന് ചെറുങ്ങനെ ടച്ച് ചെയ്യുക നിൽക്കില്ല. എന്തായാലും അത്രയും തിരക്കാണ്. 19 ആളെ ഇടുങ്ങി കയറി പോകുന്ന സമയമാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ. എന്തായാലും അങ്ങനെ മുട്ടിയതിൽ ഇങ്ങനെ വീഡിയോ പിടിച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്, എന്തുകൊണ്ടാണെന്നുള്ളത്. CCTV പോലീസ് ചോദിച്ചിരുന്നു അല്ലേ? CCTV അവർ ചോദിച്ചിരുന്നു പറഞ്ഞു. മുതലാളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇതാണ് ബസ്സിലെ ജീവനക്കാരുടെ പ്രതികരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നതായി ആ സമയത്ത് ഇവർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പിന്നീട് ആ ദൃശ്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന സമയത്ത് മുതലാളി ഗൾഫിൽ നിന്ന് ഇവർക്ക് അയച്ചു നൽകിയാണ് ആ വിധത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഇവരുടെ ബസ്സിലാണ് നടന്നത് എന്ന് പോലും അറിഞ്ഞിരുന്നത്. ഞാൻ ഈ സംഭവം ഉണ്ടായി, ദീപക് ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ യുവതിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പ്രതികരിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായതായി ഇവരുടെ ആരുടെയും ശ്രദ്ധയിലില്ല. അങ്ങനെ ഈ ബസ്സിലുള്ള ആളുകളോട്, ജീവനക്കാരോടൊന്നും പരാതിപ്പെട്ടിട്ടില്ല, പോലീസിലും പരാതിപ്പെട്ടിരുന്നില്ല. നേരിട്ട് യുവതി സോഷ്യൽ മീഡിയ വഴി ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഏതായാലും ദീപകിൻ്റെ മരണത്തിൽ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണയ്ക്ക് ആ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്.